സാറ് തന്നെ തുറച്ചു നോക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കൊഞ്ചിച്ച് വളർത്തിയിട്ടാണ്, നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെയാവാത്ത കേസൊന്നുമില്ല. പിശാചുക്കള് ഞാൻ ഇവിടെ നിക്കണ. ഏയ് ഒരു കുഴപ്പമില്ല, സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. അയ്യോ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാ, താഴത്തേക്ക് പോയി ഞാൻ ശരിയാക്കി തരാം. ഞാൻ അയ്യോ, താൻ ഒരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. കൈകടി അടി വായിൽ കുത്തിക്കടിഞ്ഞ. ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കാം. കൂവി വിളിക്കലടി, അടിച്ച് പുറം പൊളിക്കും ഞാൻ. ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ? നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ. എനിക്ക് ഇവിടെ കിടക്കടി എന്റെ അടുത്ത് വിളച്ചിരുന്നു. കൂവി വിളിച്ചോ? ആരും കേൾക്കാൻ പോകുന്നില്ല. ഹലോ, good morning. Could I speak to the managing director? Thank you. Good morning, sir. I am Prakash Menon here. Hello, Prakash. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ ജോയിൻ ചെയ്തേ? അത് പിന്നെ സാർ, സോറി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 15 days ഗ്യാപ്പ് കൂടി വേണം. ഒരു പുതിയ കൺസ്ട്രക്ഷനാ. No, it's a private firm. No, you have to come. Sir, you are really selfish in your profession, yeah? അതല്ല, നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ്. പ്രകാശിന് അതൊരു ത്രില്ലായിരിക്കും. നോ ഡൗട്ട്. കഴിയുന്ന ഞാൻ എത്തിക്കോളാം. ഓക്കെ പ്രകാശ്, we will discuss it. താനെന്താടോ വല്ല മന്ത്രവാദം നടത്തിയോ? എന്താ സാർ? മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു. അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന്. താങ്ക് ഗോഡ്. താൻ സന്തോഷിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്കാ. കൂടിപ്പോയ 10-15 ദിവസം. പുതിയൊരു വർക്കിൽ പെട്ടു പോയത്രേ. ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട. യു പ്രൊസീഡ്. പിന്നെ തന്റെ മുന്നറിയിപ്പില്ലാത്ത ലീവ് എടുപ്പുണ്ടല്ലോ, അതൊന്ന് നിർത്തണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ. എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി. ഏയ്, തനിക്ക് വിശക്കൊന്നുമില്ല. അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായം പൊളിച്ചേക്ക്. അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല. ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വേണേൽ ചെന്ന് പറ.
ഹലോ ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ? ഞാൻ ചിക്കുവാ. അനൂപിലെ ഒന്ന് വിളിക്കുവോ? എന്തോ സൈറ്റിലോ? താങ്ക് യു. എടോ തന്റെ മമ്മയ്ക്കും ബിൽഡേഴ്സിന്റെ ആണോ പണി? ചോദിച്ചു കേട്ടില്ലേ? തന്റെ മമ്മയ്ക്ക് പിള്ളை ചീഫ് ആർക്കിടെക്ട് ബിൽഡേഴ്സ് ഇന്ത്യ കൊച്ചിൻ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മോളെ. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പോവാ. തനിക്ക് എന്നെ ഇഷ്ടമല്ലോ, എങ്ങോട്ടെങ്കിലും. പിന്നെന്താ പോവെന്ന് പറഞ്ഞില്ലേ? താൻ ഭയങ്കര ശല്യക്കാരിയാ.